ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഏതൻസ് കിച്ചൺ. ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ചിക്കൻ പിസ്സ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമുക്കൊരു ബൗളിലേക്ക് 3 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 3 ടീസ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് നമുക്ക് കുഴച്ചെടുക്കാം. ഞാനിവിടെ 250 ml കപ്പിൽ ഒരു 1.25 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. മൈദയുടെ അനുസരിച്ച് ചിലപ്പോൾ വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസം വരാം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. ചപ്പാത്തിയുടെ പരുവമല്ല, കുറച്ച് ലൂസായിട്ടിരിക്കണം. മാവ് കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുക. അന്നേരം നമുക്ക് വേണമെങ്കിൽ കയ്യിൽ കുറച്ച് എണ്ണ തൂകിയതിന് ശേഷം നമുക്ക് ഇളക്കി കൊടുക്കാം. ഒരു 5 മിനിറ്റ് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഈ ഒരു പരുവമാവുമ്പോൾ നമുക്ക് മാവ് ഉരുട്ടിയെടുത്ത് പാത്രത്തിൽ നിന്ന് മാറ്റിയെടുത്തതിന് ശേഷം പാത്രത്തിൻ്റെ എല്ലാ വശത്തും കുറച്ച് എണ്ണ തേച്ച് കൊടുക്കാം. മാവ് പൊന്തി വരുമ്പോൾ പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നത്. മാവ് ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടി മാവിന് മുകളിലായിട്ടും കുറച്ച് എണ്ണ തേച്ച് കൊടുക്കാം. ഇനി ഇത് നമുക്ക് മൂടി വയ്ക്കാം. ഒരു 2 മുതൽ 3 മണിക്കൂർ വരെ പൊങ്ങാനായിട്ട് മാറ്റി വയ്ക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിനു വേണ്ടിയുള്ള ചിക്കൻ തയ്യാറാക്കിയെടുക്കാം. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 250 ഗ്രാം ബോൺലെസ് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് ഞാൻ 2 ടീസ്പൂൺ നാരങ്ങാനീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് ചിക്കൻ വേവുന്നത് വരെ നമുക്ക് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ചിക്കൻ വെന്ത് കഴിയുമ്പോൾ നമുക്ക് തുറന്നതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ ഒറിഗാനോയും കൂടി ചേർത്ത് കൊടുക്കാം. ചിക്കനിലെ വെള്ളം എല്ലാം വറ്റി ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ ഈ പരുവാകുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫാക്കാം. പിസ്സയ്ക്ക് വേണ്ടിയുള്ള സോസ് ഉണ്ടാക്കാം. ഒരു ബൗളിലേക്ക് 1/2 കപ്പ് ടൊമാറ്റോ കെച്ചപ്പാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം നമുക്ക്. പിസ്സയുടെ സോസ് തയ്യാറായിട്ടുണ്ട്. നേരത്തെ നമ്മൾ പൊങ്ങാനായിട്ട് മാറ്റി വെച്ചിരുന്ന മാവ് 3 മണിക്കൂറോളം ആയിട്ടുണ്ട്. നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഈ മാവിലുള്ള എയറെല്ലാം ഒന്ന് പോകുന്നത് വരെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. നമുക്ക് പിസ്സ ഉണ്ടാക്കാനായിട്ട് ഏതെങ്കിലും പാത്രം എടുത്താൽ മതി. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നോൺ സ്റ്റിക്കാണ്. കേക്കിൻ്റെ ടിന്നോ അലൂമിനിയം പാത്രങ്ങൾ ഏതെങ്കിലും എടുത്താലും മതി. അതിലേക്ക് കുറച്ച് എണ്ണ തൂകി കൊടുക്കാം. അടിവശം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി അത് നമുക്ക് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മളെടുത്തിരിക്കുന്ന മാവ് ഈക്വലായിട്ട് എടുക്കുകയാണെങ്കിൽ 2 മീഡിയം വലിപ്പത്തിലുള്ള പിസ്സ ഉണ്ടാക്കാൻ പറ്റും. ഞാനിവിടെ ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ പാൻ വലുതായതുകൊണ്ട് ഇതിൻ്റെ 3/4 ഭാഗം മാവ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഇതിലേക്ക് പരത്തി കൊടുക്കാം. ഇനി നമുക്ക് ഫോർക്ക് ഉപയോഗിച്ച് അവിടെ ഇവിടെയായിട്ട് ഹോൾസ് ഇട്ട് കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പിസ്സയുടെ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും ഒരുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എല്ലായിടത്തും സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മൊസല്ല ചീസ് ഇട്ട് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിസ്സയുടെ എല്ലാ വശവും കവർ ചെയ്യത്തക്ക വിധം ചീസ് ഇട്ട് കൊടുക്കണം.
ഇതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഒരു ക്യാപ്സിക്കം ഞാൻ റൗണ്ടിൽ ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്, അതും കൂടെ വെച്ച് കൊടുക്കാം. മുകളിലായിട്ട് ഒരു സവാളയും ഇതുപോലെ റൗണ്ടിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്കിതിന് മുകളിലായിട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒലിവിൻ്റെ കായും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത്. ഓവൻ ഒരു 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യണം. അതിനുശേഷം ഒരു 25 to 30 മിനിറ്റ്സ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ പിസ്സ തയ്യാറായിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പിസ്സയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.